സഖാവി EMS അദ്ദേഹം ഭരിച്ച 2 ടേമുകളിലും കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ, പരിഷ്കാരങ്ങൾ, അതെല്ലാം തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യനും ഉയർന്ന തട്ടിലുള്ള മനുഷ്യനും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കുന്നതായിരുന്നു. 1921 മലബാർ കലാപത്തിന് ശേഷം ഭൂമിയില്ലാത്ത മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു. ആളുകൾ പല പ്രദേശങ്ങളിലേക്കും നാട് വിട്ടുപോയി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലുള്ള ആളുകൾ താമസിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇവിടെ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചോടിയതിനെ തുടർന്നാണ്. ഭൂരഹിതരായിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സഖാവി EMSന്റെ ഒരു കൈയൊപ്പ് കൊണ്ട് ഒരു കൂര വെച്ച് താമസിക്കാനുള്ള മണ്ണിന്റെ അവകാശം കിട്ടിയതോടുകൂടി, അവർ കൃഷി ചെയ്തിരുന്ന ഭൂമിയുടെ അവകാശം അവർക്ക് ലഭ്യമായതോടുകൂടി അവരിൽ സ്വത്വബോധം വളർന്നു. താൻ എന്നുള്ള ഒരു ബോധം അവരിൽ അങ്കുരിക്കുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത് അവരിൽ ജന്മമെടുക്കുന്നത് അങ്ങനെയാണ്. എല്ലാ ഓരോ നിയമങ്ങളെയും മുടിനാരിഴകീറി പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. 1958 KSSR നിലവിൽ വന്നത്. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്ക് സർക്കാർ സർവീസിൽ ഉദ്യോഗ സംവരണം ഉറപ്പാക്കുന്നതായിരുന്നു, പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതായിരുന്നു ആ നിയമം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മലബാർ കലാപത്തെ തുടർന്ന് പാർശ്വവൽകൃതരായിരുന്ന ജനതക്ക് പുരോഗതിയുടെ പടവുകൾ ചവിട്ടിപ്പോകാൻ മലപ്പുറം ജില്ലയുടെ രൂപീകരണം സഹായിച്ചു. അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് നിന്ന് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം മൂലം അകന്നു നിന്നിരുന്ന ഒരു ജനത വൈജ്ഞാനിക മേഖലയിൽ പടവുകൾ ചവിട്ടിക്കയറി തുടങ്ങിയത് കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നതോടുകൂടിയാണ്. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിന് സഖാവി EMSന്റെ കയ്യൊപ്പാണ് ഏറ്റവും അവസാനം യാഥാർത്ഥ്യവൽക്കരണത്തിലേക്ക് അതിനെ നീക്കിയത്. 1957 ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോഴാണ് മലബാറിന് ആദ്യമായി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് സഖാവി EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അങ്ങനെ ഒട്ടനവധി പരിഷ്കാരങ്ങൾ, നിയമങ്ങൾ സഖാവി EMSന്റെ കാലത്ത് നടപ്പിലാക്കപ്പെട്ടു. ആ നടപ്പിലാക്കപ്പെട്ട ഓരോ കാര്യത്തിന്റെയും ആദ്യത്തെ ആനുകൂല്യങ്ങൾ ലഭിച്ചത്, അവകാശങ്ങൾ കിട്ടിയത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിന്നിരുന്ന മനുഷ്യർക്കാണ്. എല്ലാ മതജാതി വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സഖാവി EMS അക്ഷീണം പ്രയത്നിച്ചു. എല്ലാവരോടും അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കണം എന്ന് ഉപദേശിച്ചു. അതുകൊണ്ടാണ് പള്ളികളും ആരാധനാലയങ്ങളും നിർമ്മിക്കാൻ കളക്ടറുടെ മുൻകൂട്ടിയുള്ള അനുവാദം വേണം എന്ന മലബാറിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും 10 കൊല്ലം നിലനിന്നിരുന്ന നിയമം EMS വലിച്ചെറിഞ്ഞത്. അതിനെ തുടർന്നാണ് ഒട്ടനവധി മസ്ജിദുകൾ ഈ മലബാറിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടായത്. താൻ ഒരു വിശ്വാസി അല്ലായിരുന്നുവെങ്കിലും വിശ്വാസി സമൂഹത്തോട് സഖാവി EMSന് ഒരു വൈരവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവരുടെ വിശ്വാസത്തിന്റെ പരിരക്ഷണം ഉറപ്പുവരുത്തി. മഹാനായ വോൾട്ടയർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, Though I disagree with what you say, I will passionately fight for your right to say it. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നുവെങ്കിലും നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പടപൊരുതും. സഖാവി EMS വോൾട്ടയറുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ
ആ മഹാപ്രഖ്യാപനത്തെ ജീവിതം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയയാളാണ്. അദ്ദേഹം വിയോജിച്ചിരുന്ന കാര്യങ്ങളോട് പോലും അദ്ദേഹം ആ വിയോജിപ്പ് നെഞ്ചേറ്റുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ പരിരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഭരണനിർവഹണം നടത്തി. കാലം മുന്നോട്ടു പോവുകയാണ്. പുതിയ കാലത്ത് പഴയ രചനകൾ അപ്രസക്തമാണ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ EMSന്റെ ഓരോ രചനകളും ഏതേത് കാലത്ത് വായിക്കപ്പെടുന്നുവോ ആ കാലത്തിന് ഒരുപാട് സന്ദേശങ്ങൾ നൽകാൻ കഴിവുള്ള ലേഖനങ്ങളാണ്, പുസ്തകങ്ങളാണ്. ഒരു മഹാവിജ്ഞാന ശേഖരം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും കൂട്ടിവെച്ചാൽ നമുക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ കണ്ണും കാതും മസ്തിഷ്കവും ചിന്തയും കടന്നു ചെല്ലാത്ത വൈജ്ഞാനിക ശാഖകൾ നന്നേ കുറവായിരുന്നു. അങ്ങനെ വേറിട്ട വ്യക്തിത്വമായി മലയാളക്കരയിൽ ജനിച്ച് ലോകത്തോളം വളർന്ന മറ്റൊരു മനുഷ്യനെ നമുക്ക് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല. 21 വർഷങ്ങൾക്കിപ്പുറവും ഇത്ര നിറഞ്ഞ സദസ്സിൽ സഖാവ് EMS ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്ത മേഖലകളിലെ പുതിയ കാലത്തിന്റെ അടയാളപ്പെടുത്തലുകൾ എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നു. മഹാഭാരതത്തെക്കുറിച്ച് പറയാറുണ്ട്, മഹാഭാരതം കാലാതീതമായിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് എന്ന്. അതിന്റെ കാരണം മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രവും നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന രചനകൾ ലോകത്ത് മറ്റു പലതും നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ അത്തരം ഒരു വൈശിഷ്ട്യം അവകാശപ്പെടാൻ സാധിക്കുന്ന പുസ്തകങ്ങൾ, രചനകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. ആരുടെ ഗ്രന്ഥങ്ങൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ലളിതമാണ്. സഖാവ് EMSന്റെ ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. ആ കാഴ്ചപ്പാടുകൾക്ക് മരണമില്ല. ആ കാഴ്ചപ്പാടുകൾ കാലാതീതമായി നിലനിൽക്കുകയാണ്. സഖാവ് EMS വ്യക്തിശുദ്ധിയിൽ അതിന്റെ മൂർധന്യത്തിൽ ജീവിച്ച മനുഷ്യനാണ്. വ്യക്തിവിശുദ്ധി അതിന്റെ മൂർധന്യത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ മഹത്തുക്കൾ, ആ മഹത്തുക്കളിൽ ഒരാളാണ് സഖാവ് EMS.